വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് മീ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു ട്രാവൽ വ്ളോഗും ഒരു കുക്കിംഗ് വ്ളോഗും കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ശരിക്കും അമ്മേൻ്റെ വീട്ടിലേക്കാട്ടോ പോണത്. അപ്പോൾ നമ്മൾ മുഹറം 10 നോമ്പ് തുറക്കാണ് പോണത്. അപ്പോൾ നമ്മൾ അമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ വീട്. അപ്പോൾ ഇവിടെ അറബിക് സുർബിയാനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ഫ്രൈ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉരുളക്കിഴങ്ങ്, അറബിക് മസാല, ബിരിയാണി മസാല എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് തൈര്, തക്കാളി പേസ്റ്റ്, ഉപ്പ്, ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മല്ലിച്ചപ്പോ പുതിനച്ചപ്പോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കഴുകി വെച്ച ചിക്കനോ മുളക് പൊടി കുരുമുളക് പൊടി എന്നിവ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി അറബിക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മുസമ്പിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മാഗി ട്യൂബോ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച മുസമ്പിൻ്റെ നീരും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബസുമതി റൈസ് ഇവിടെ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത് നമ്മൾ കഴുകി വെച്ചത് അതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ വെള്ളമൊക്കെ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുസമ്പിൻ്റെ തോലൊന്ന് അരിഞ്ഞെടുക്കട്ടെ ചെറുതായിട്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം, അത് ലാസ്റ്റത്തേക്കാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് ഉള്ളിയിലേക്ക് ആ മുസമ്പിത്തോലും പിന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാം. അതിന് നമുക്കൊരു ചെമ്പെടുത്ത് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ചെറുതാക്കി മുറിച്ച് വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു പാത്രത്തിൽ അരി എടുക്കണേ, ആ പാത്രത്തിൽ തന്നെ 2 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിക്കണേ. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. ആ ക്ലിപ്പ് ഒന്ന് കട്ടായി പോയതാണ്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കഴുകി വെച്ച അരി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ വറ്റി ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ദമ്മിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെമ്പിലേക്ക് ആദ്യം തന്നെ നമ്മളെ മസാല ഇട്ട് പിന്നെ നമുക്ക് അതിലേക്ക് ചോറിട്ട് കൊടുക്കാം.
അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഡെക്കറേഷനുള്ള ആ സാധനം ഒന്ന് എടുത്ത് വന്ന് നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നോമ്പറക്കാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പഴംപൊരിയും ചിക്കൻ മോണ്ടിയും ജ്യൂസ് ആയിട്ട് ലെമൺ ജ്യൂസും മാംഗോ ജ്യൂസും ആയിരുന്നു. അപ്പോൾ നമ്മൾ അറബിക് സുർബിയാൻ എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് നമുക്ക് സുർബിയാന് ബീഫ് വരട്ടിയത്, പത്തിരിയും പിന്നെ ചിക്കൻ കറിയും ആയിരുന്നു. ഇനി നമുക്ക് സുർബിയാനക്ക് കൂട്ടാനായിട്ട് മയോണൈസും ടൊമാറ്റോ ചട്ടിനിയും മുളക് ചട്ടിനിയും ഉണ്ട്. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് വീട്ടിലേക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത അടിപൊളി വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ കുക്കുത്തുമി. ബൈ ബൈ.